ജില്ലയിലെ വിദ്യാലയങ്ങൾക്ക് സമീപം പരിശോധന ശക്തമാക്കി പോലീസ്. ജില്ലയിലെ വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം നടത്തുന്നതിനൊപ്പം മയക്കുമരുന്നുകളുടെ ലഭ്യത തടയുക എന്നതുകൂടിയാണ് ഇതിന്റെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ക്യാമ്പസ് ബീറ്റ് ആന്റി നാർക്കോട്ടിക് ക്യാമ്പയിന് തുടക്കമായി. എല്ലാ വിദ്യാലയങ്ങളുടെയും സമീപം മഫ്തിയിലും അല്ലാതെയും പോലീസിന്റെ സാന്നിധ്യവും ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി ടി.കെ. വിഷ്ണു പ്രദീപിന്റെ നിർദ്ദേശാനുസരണമാണ് വിദ്യാലയങ്ങൾക്ക് സമീപം പോലീസിന്റെ സുരക്ഷാ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയിട്ടുള്ളത്. ക്യാമ്പസ് ബീറ്റ്സ് പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോലീസ് ഉദ്യോഗസ്ഥർ സ്കൂളുകൾ സന്ദർശിച്ച വിവരങ്ങൾ ശേഖരിച്ച് മേലുദ്യോഗസ്ഥരുടെ നിർദ്ദേശാനുസരണം പ്രശ്നപരിഹാരങ്ങൾക്ക് ആവശ്യമായ പോലീസ് സഹായം ഉറപ്പുവരുത്തും. 2025-26 അധ്യയന വർഷത്തിന് ഇന്ന് തുടക്കം കുറിക്കാൻ സംസ്ഥാനത്തുടനീളം ഇന്ന് കുരുന്നുകൾ വിദ്യാലയങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. അതിന് ഗവൺമെൻറ് പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിശേഷിച്ച് ഇടുക്കി പോലീസ് അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. എല്ലാ സ്കൂളുകൾക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഞങ്ങൾ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്കൂളുകൾക്കും ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ ഡെപ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് ഇടയ്ക്ക് സ്കൂളുകൾ വിസിറ്റ് ചെയ്യുന്നതാണ്. സ്കൂളിൻ്റെ പരിസരങ്ങളിൽ മറ്റ് ലഹരി വസ്തുക്കളൊക്കെ വിൽപ്പനയാണെങ്കിൽ കർശനമായിട്ടത് തടയാൻ വേണ്ട നടപടികൾ സ്വീകരിക്കും. ജില്ലയിൽ സ്കൂളുകളിൽ നിലവിലുള്ള സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കി വിദ്യാലയങ്ങളിലെ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുക, സ്കൂൾ പരിസരങ്ങളിൽ മയക്കുമരുന്നുകളുടെ ലഭ്യത ഒഴിവാക്കുക, സ്കൂൾ പരിസരങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഉറപ്പുവരുത്തുക എന്നിവയാണ് ക്യാമ്പസ് ബീറ്റ്സിന്റെ ലക്ഷ്യം. കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതായോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതായോ ശ്രദ്ധയിൽപ്പെട്ടാൽ മറച്ചുവെക്കാതെ ഇക്കാര്യങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിക്കാം. കുട്ടികൾക്ക് കൗൺസിലിങ്ങുകൾ നൽകുന്നതിനും ആവശ്യമെങ്കിൽ തുടർ ചികിത്സയ്ക്കുള്ള നടപടി സ്വീകരിക്കും. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.